ശശികല ടീച്ചർ വിമർശിക്കപ്പെടേണ്ട കാര്യം എന്താണ്, വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു പരിശോധന, ഒരു ആത്മവിമർശനം ശശികല ടീച്ചറും നടത്തേണ്ടതല്ലേ? നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ അവിടെ മാൻഹോളിനകത്ത് അപകടത്തിൽപ്പെട്ട് 2 യുവാക്കൾ പിടയുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരു മുണ്ടിട്ട് കൊടുത്താൽ പിടിച്ചു കയറാൻ കഴിയുന്ന വിധത്തിലല്ല, അവർ വിഷവായു ശ്വസിച്ച് പിടയുകയാണ് അതിനുള്ളിൽ. അവിടേക്ക് എടുത്തു ചാടുകയും അവരെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമം നൌഷാദ് നടത്തുകയാണ്. അവിടെ എന്തിനങ്ങനെ ചെയ്തു എന്നുള്ള ഒരു കോമൺ സെൻസിനൊന്നും ഒരു സാധ്യതയില്ല. മനുഷ്യത്വം, ആ മനുഷ്യത്വം മാത്രമാണ്. പക്ഷെ മുന്നോട്ടുള്ളവർ ആ മൃതദേഹത്തിന്റെ ജാതിയും മതവും നോക്കുകയാണ്. മനുഷ്യത്വം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതെ, മൃതദേഹം ഞാൻ എടുത്തു പറഞ്ഞതിലെ വാചകങ്ങളുടെ അധികം വേണ്ടതേ കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നൌഷാദ് ആയാലും നാരായണനാണെങ്കിലും നൈനാനാണെങ്കിലും നാളെ ഒരു രക്ഷാപ്രവർത്തകൻ മരിക്കുന്ന ഒരു ദുസ്ഥിതി ഇവിടെ ഉണ്ടാകരുത്. അതിന് നമ്മൾ ഇത്തരം ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരു കിണറ്റിനകത്ത് വിഷവായു ശ്വസിക്കുമ്പോൾ കൂടുതൽ ആളുകൾ അതിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതല്ല ആശ്വാസം. മറിച്ച് ആ വിഷവാതകത്തിന് ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും പണ്ടൊക്കെ ചെയ്തിരുന്നു, ഓല കത്തിച്ചിറക്കുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തീ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കൽ, അതിൽ എയർ സർക്കുലേഷൻ ഇത്തരം ചെറിയ കാര്യങ്ങൾ കിട്ടിയിരുന്നു. പിന്നീട് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു പ്രചരണം, അത് ക്ഷേത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു മനുഷ്യത്വപരമായ ജീവത്യാഗത്തിന്റെ കാര്യത്തിലായാലും നികേഷേ ഈ ടീച്ചർ പ്രസംഗിക്കുന്നതും ഈ സംഘപരിവാർ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും ബിജെപിയുടെ പല നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും അത് കേട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇവരൊക്കെ എത്ര വലിയ മാന്യരായിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ടീച്ചറെ, എനിക്ക് വലിയ സങ്കടമുണ്ട്. ടീച്ചർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടെങ്കിൽ ആ കുട്ടികൾ ഇത് കേട്ടാണല്ലോ പഠിച്ചതെന്നുള്ള സങ്കടം എനിക്കുണ്ട്. കാരണം ഇവര് എന്റെ നിയോജക മണ്ഡലത്തിൽ പറവൂര് വന്ന് പ്രസംഗിച്ച് എന്താണെന്ന് ഞാൻ പറയാം. ഞാനന്ന് ഹരിത MLA എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്ന കാലത്ത് ഇയാളുടെ ഹരിതം എന്ന് പറയുന്നത് പച്ചയാണ്, മുസ്ലിമിന്റെ പച്ചയാണ് എന്ന് പൊതുയോധി പ്രസംഗിച്ചാണ്. ഇവരെന്തും പറയും. ഇവരുടെ നാവിൽ നിന്ന് വർഗീയ വിഷമാണ് ചീറ്റുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. അവരെ മുമ്പിലിരുന്നു അവരുടെ മുഖം കണ്ടുകൊണ്ട് അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇവരുടെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ആളുകളുടെ ഇടയിൽ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, അവരുടെ മനസ്സിൽ ആ വിഷം കുത്തിവെച്ച് മറ്റുള്ള മതവിഭാഗങ്ങളോട് ശത്രുത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇല്ലാത്ത പൊളിവചനങ്ങൾ പറയുകയാണ്. ഇവരുടെ പ്രസംഗങ്ങൾ നികേഷ് കേട്ടുകയാണല്ലോ. ഇവരുടെ പ്രസംഗങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. വഴിയരിയിലൂടെ പോയ ഒരാളുടെ മുണ്ട് പറിച്ചെടുത്ത് നൌഷാദ് രക്ഷിക്കണമെന്ന് പറയും. അതൊന്നുമല്ല, അതിന്റെയൊക്കെ അപ്പുറം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്. കേരളത്തിലെ എത്രയോ ആളുകളുടെ ഒരു അപകടത്തിൽ പരിക്കേറ്റ ജീവത്യാഗം ചെയ്ത ഒരാൾക്ക് ഗവൺമെന്റ് ധനസഹായം കൊടുത്തപ്പോൾ ഇതുവരെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ കണക്കെടുക്കുകയാണ് അവർ. നൌഷാദ് ആ നൌഷാദ് എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് അത് കേരളത്തിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്.